അങ്ങനെ ഞങ്ങൾ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് എങ്ങോട്ട് പോണു? Welcome to Thailand. Can you say in Thai? ยินดีต้อนรับสู่ประเทศไทยนะคะ കൊച്ചിയിൽ നിന്നും തായ് ലയൺ എയറിൽ തുടങ്ങിയ യാത്ര 4.5 മണിക്കൂർ പിന്നിട്ടാണ് തായ്ലൻഡിലെ ഡോൺമുങ് വിമാനത്താവളത്തിൽ എത്തിയത്. യാത്ര നല്ല യാത്ര, നന്നായിട്ട് ഉറങ്ങാൻ പറ്റി. ആരും വലിയ തിരക്കില്ലായിരുന്നു ഫ്ലൈറ്റിൽ. തായ്ലൻഡ് വരുന്നൊരു ശ്രദ്ധിക്കുക, ഒരു കാരണവശാലും ആനക്കൊമ്പോ അതുമായിട്ട് ഉണ്ടാക്കിയ സാധനങ്ങളോ ഒന്നും വെക്കരുത്. 10 വർഷം ജീവപര്യന്തം തടവാണ് നിങ്ങൾക്കുള്ളത്. അവിടെ ഗൾഫിലും നാട്ടിലും പേരെടുത്ത ഹോളിഡേ പാണ്ഡെ നമ്മളെ സ്വീകരിക്കാൻ ആളെ തരപ്പെടുത്തിയിരുന്നു. മയക്കുമരുന്ന് കൃഷിയിൽ നിന്നും ആദിവാസികളെ കാപ്പി കൃഷിയിലേക്ക് നല്ല വഴിക്ക് നടത്തിയ സംരംഭകരുടെ ഡോച്ചാങ് കാപ്പിക്കടയിൽ നിന്നും ഒരു ചൂട് കാപ്പിയും പേരറിയാത്ത ഒരു തായ് അമ്മച്ചിയുടെ നാട്ടിലെ ഉണ്ണിയപ്പം പോലുള്ള അപ്പവും കഴിച്ച് കടുവകളുടെ കൂട്ടിലേക്ക് യാത്ര. അതേ പ്രശസ്തമായ ടൈഗർ ടോപ്പിയയിലേക്ക്. ഹോളിഡേ പാണ്ഡെ ഡ്രൈവർക്കൊപ്പം നേരത്തെ തന്നെ കടുവ കാഴ്ചയ്ക്കുള്ള ടിക്കറ്റും തയ്യാറാക്കിയിരുന്നു. ഇതാണ് നമ്മുടെ ടൈഗറിനെ കാണാനും തൊടാനായിട്ടുള്ള ടിക്കറ്റ്. 250 ബാത്താണ് ഇതിൻ്റെ വില. ടൈഗറിനെ ഇത്തിരി പേടിയുണ്ട്. പൂച്ചേനെ പോലും തൊടാത്ത ആളാണ് ഞാൻ. ടൈഗറിനെ തൊട്ട് മോച്ചൊക്കെയുള്ള ഫോട്ടോ ഒക്കെ ചിലപ്പോൾ കാണും. അയ്യോ, നമുക്ക് പോകാനുള്ള വണ്ടി എത്തിയിട്ടുണ്ട്. ഓക്കെ, ലെറ്റ്സ് ഗോ. കയറിയോ, ഫ്രണ്ടിൽ തന്നെ കയറിയോ. അങ്ങനെ ഞങ്ങൾ ടൈഗറിനെ കാണാൻ പോകല്ലോ പൊന്നു. അപ്പോൾ ഞങ്ങൾ ബാങ്കോക്കിലെ ടൈഗർ ടോപ്പിയിലാണ് വന്നേക്കുന്നത്. എന്നപ്പോൾ എവിടെ പോവാ? ഞാൻ ടൈഗറുമായിട്ട് ഫോട്ടോ എടുക്കാൻ പോവാം. ആണോ? നിനക്ക് എൻ്റെ കൂടെയുള്ള ഫോട്ടോ ഒന്നും പോരെ? എന്നെ പോലൊരു പുലി പോരടി. ഇല്ല, എനിക്ക് യഥാർത്ഥ പുലിയുടെ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കണം. പൊന്നു നോക്കിക്കട്ടെ, പേടിയുണ്ടോ? ഇല്ല, ധൈര്യം സംഭരിച്ചു പോകാൻ വേണ്ടി. Thank you. Amma, you hard body, you scaring me. Yeah. Oh my God, എനിക്ക് നന്നായിട്ട് പേടിയാവുന്നുണ്ട്. എടി പൊന്നു എന്തെങ്കിലും പറ. നല്ല എക്സ്പീരിയൻസ്, എൻ്റെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണിത്. ഒരു കടുവയോടൊപ്പം ഞാനിങ്ങനെ നിൽക്കുകയാണ്. എൻ്റെ പൊന്നെ, എനിക്ക് നല്ല പേടിയുണ്ട് കേട്ടോ. ഒന്നും ചെയ്യില്ല എന്നുള്ള വിഷയത്തിൽ. ടോപ്പിയയിൽ നമ്മളെ കടുവക്കൊട്ടനോടൊപ്പം സന്തോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. മോനെ സുഖമാണോ? എടാ മോനെ, Video and photo both professional, no problem. Stand here outside, no. എടാ മോനെ, അങ്ങനെ കടുവയെ പിടിച്ച കിടുവ വരികയാണ്. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു പ്രാവശ്യമെങ്കിലും ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. ഞാൻ സിംഗപ്പൂരൊക്കെ കണ്ടുണ്ട്, എല്ലാവരും ഇവിടെയൊക്കെ വന്ന് ഫോട്ടോ ഒക്കെ കണ്ടുണ്ടെങ്കിലും ആക്ച്വലി ഞാൻ നേരിട്ട് പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് പേടിയുണ്ടായിരുന്നു. സാധനം ഇങ്ങനെ ഒരു മൈക്ക് ചിലപ്പോൾ ഇട്ടേക്കായിരിക്കും, പക്ഷെ നമുക്കറിയില്ലല്ലോ, എങ്ങാനും അവൻ്റെ തനി സ്വഭാവം പുറത്തു വന്നാലോ. അല്ലേ? നല്ല എക്സ്പീരിയൻസ്. തായ്ലൻഡ് വരുന്ന എല്ലാവരും ഈ ടൈഗർ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കാൻ, ആദ്യത്തെ കടുവയോടൊപ്പം ഫോട്ടോ എടുക്കാൻ 250 ബാത്ത് കൊടുക്കണം. പിന്നീട് ഇപ്പോൾ ക്രൊക്കഡൈലിന് ഷോ ഉണ്ട്, അത് കഴിഞ്ഞ് ടൈഗർ ഷോ ഉണ്ട്, പിന്നെ ബേബി ലയൻ്റെ കൂടെ ഫോട്ടോ എടുക്കാം, ബേബി ടൈഗറിൻ്റെ കൂടെ ഫോട്ടോ എടുക്കാം. ഇതിനെല്ലാം നമ്മൾ സെപ്പറേറ്റ് പൈസ കൊടുക്കണം. അപ്പോൾ മൊത്തത്തിൽ ഓരോ കൗണ്ടറായിട്ട് ഇവിടെ തിരിച്ചു വെച്ചേക്കുവാണ്. അപ്പോൾ നമ്മൾ ആ എൻട്രി അടക്കം, അത് കഴിഞ്ഞ് സ്റ്റിക്കർ അടക്കം ഇത് കാണിച്ചു കഴിഞ്ഞാൽ ആപ്പാടെ നമുക്ക് കിട്ടുന്നത് ടൈഗറിനോടൊപ്പം ഫോട്ടോ എടുക്കുന്നതാണ്. ഇതിപ്പോൾ ഇതിനകത്തൊക്കെ ഓരോന്നിനകത്തും ഓരോ പുലിയും കടുവയും സിംഹവും കിടപ്പുണ്ട്. പക്ഷേ അതിനെ ഓരോരുത്തരെ കാണണമെങ്കിലും പിടിക്കണമെങ്കിലും നമ്മൾ സെപ്പറേറ്റ് പൈസ അടയ്ക്കണം. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. പിന്നെ ക്രൊക്കഡൈൽ ഷോ ഉണ്ട്, സ്കോർപ്പിയോൺ ഷോ ഉണ്ട്, അതോടൊപ്പം തന്നെ നമ്മുടെ ടൈഗറിൻ്റെ ഒരു സർക്കസ് പോലത്തെ ഒരു ഷോ ഉണ്ട്. പക്ഷേ ഇതിനെല്ലാം നമ്മൾ സെപ്പറേറ്റ് പൈസ കൊടുക്കണം. അങ്ങനെ നോക്കുമ്പോൾ വലിയ ചിലവാണ്. പക്ഷേ നമ്മുടെ സന്തോഷം നമ്മൾ കടുവയോടൊപ്പം ഇരുന്നു അല്ലേ, ഒരു ഫോട്ടോ എടുത്തു പോകുന്നു. മ്യൂസിക് ഗാർഡൻ ഇത് നോക്കി പോന്നു. നമ്മുടെ കണ്ടതേ അയ്യവാ, കഴിക്കണം മോനെ, കഴിക്കണം. നമ്മുടെ ക്യാരറ്റ്, അത് നമ്മുടെ നാട്ടിൽ കിട്ടാത്ത മടുത്തും തോന്നുന്നു. കഴിക്കടാ മോനെ. ടൈഗർ ടോപ്പിയിൽ നല്ല ഇന്ത്യൻ ഭക്ഷണം കിട്ടുന്ന റെസ്റ്റോറൻ്റ് ഉണ്ട് കേട്ടോ. പക്ഷെ ഞങ്ങളത് ഒഴിവാക്കി നല്ല തായ് ഫുഡ് അടിച്ച് ഞങ്ങളുടെ അടുത്ത ഡെസ്റ്റിനേഷനായ ഇതാ കേട്ടോ, ചിക്കൻ ഫ്രൈസ്.
ഹെവി അല്ലേ? അങ്ങനെ കടുവയെ പിടിച്ച 2 കിടുവന്മാർ ടൈഗർ ടോപ്പിയിൽ നിന്ന് മടങ്ങുകയാണ് അല്ലേ? ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം പട്ടായ.